അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മറിയം ബീവി ചരിത്രകഥ രണ്ടാം ഭാഗം തുടർന്ന് കേൾക്കുക. ഇമ്രാൻ യാത്രയായി. ഹന്ന വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വഴിയിലൂടെ നടന്നു പോവുകയാണ്. മരുഭൂമിയിൽ വെയിൽ കത്തിപ്പടരുന്നു. വെയിൽ കൂടിക്കൂടി വരുന്നു. ആ വഴിയിലൂടെ ഹന്ന നടന്നു പോവുകയാണ്. അപ്പോഴും മനസ്സ് ഭക്തി നിർഭരമാണ്. മനസ്സിൽ ദിക്ർ ചൊല്ലുകയാണ്. മനസ്സ് എപ്പോഴും ഭക്തി നിർഭരം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഒരിക്കലും മനസ്സിൽ നിന്ന് വിട്ടുപോവാറില്ല. ഓരോ ദിവസവും അള്ളാഹുവിന്റെ തൃപ്തിയിലായി കടന്നു പോകുന്നു. അങ്ങനെ നടന്നു ശരീരത്തിൽ ക്ഷീണം തോന്നി. എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം. വിശാലമായ മരുഭൂമിയിൽ തണൽ കിട്ടുക എന്നത് പ്രയാസം. പിന്നെയും അവർ നടന്നു. വെയിൽ കത്തിപ്പടരുന്ന വഴിയിലൂടെ. അതാ അകലെ ഒരു മരം. കുറച്ചുകൂടി നടന്നാൽ അവിടെ എത്താം. വലിയ മരം, താഴെ തണലുണ്ട്. മനസ്സിൽ ആവേശം. അവർ ധൃതിയിൽ നടന്നു. ആ മരത്തിനരികിൽ എത്തി. ആ തണലിൽ ഇരുന്നു. എന്തൊരു ആശ്വാസം റബ്ബേ, നിനക്ക് സ്തുതി, അൽഹംദുലില്ലാഹ്. അങ്ങനെ അവർ വിശ്രമിക്കുന്നതിനിടയിൽ ഒരു ശബ്ദം കേട്ടു. അവർ തിരിഞ്ഞു നോക്കി. മരത്തിൽ നിന്നാണ് ശബ്ദം. കിളികൾ, തള്ളപ്പക്ഷിയുടെ ചിറകടി ശബ്ദം. കൊക്കിൽ ആഹാരവുമായി വന്നതാണ്. മരച്ചില്ലയിൽ കിളിക്കൂട്, കൂട്ടിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ, പറക്കാറാവാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ. തള്ളപ്പക്ഷിയെ കണ്ടപ്പോൾ വല്ലാത്ത ആഹ്ലാദം. അവർ ശബ്ദമുയർത്തി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. തള്ളപ്പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുന്നു. അത് കണ്ട് തള്ളപ്പക്ഷിക്ക് ആശ്വാസം, സന്തോഷവും. തള്ളപ്പക്ഷികളുടെയും കുഞ്ഞുങ്ങളുടെയും ആഹ്ലാദവും സന്തോഷവും അത് കണ്ട് ഹന്നയുടെ മനസ്സ് ഇളകിപ്പോയി. അവർ സ്വയം മനസ്സിൽ കരുതി, ആ തള്ളപ്പക്ഷി എത്ര ഭാഗ്യവതിയാണ്. തന്റെ കുഞ്ഞുങ്ങളെ താലോലിക്കുവാനുള്ള സൗഭാഗ്യം. തന്റെ സ്ഥിതിയോ ഒരു കുഞ്ഞ് പിറക്കാത്ത ജീവിതം. അതിന് വിധിയുണ്ടായില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കിളിക്കൂട്ടിൽ നിന്നും അവർക്ക് കണ്ണെടുക്കുവാൻ ആവുന്നില്ല. ആ രംഗം അവരുടെ മനസ്സിൽ പതിഞ്ഞുപോയി. ഇനി മായ്ച്ചു കളയുവാൻ ആവുന്നില്ല. തള്ളപ്പക്ഷിയും കുഞ്ഞുങ്ങളും. അവർ എഴുന്നേറ്റ് വീണ്ടും നടന്നു. ലക്ഷ്യസ്ഥാനത്തെത്തി. കാര്യം കഴിഞ്ഞ് മടക്കയാത്ര ചെയ്യുമ്പോഴും മനസ്സിൽ ആ രംഗം തന്നെ, തള്ളപ്പക്ഷിയും കുഞ്ഞുങ്ങളും. അങ്ങനെ ഇമ്രാൻ വന്നു. ഹന്ന കഥ പറഞ്ഞു. ഇരുവർക്കും ദുഃഖം താങ്ങാനാവുന്നില്ല. ഹന്ന ബീവിക്ക് ദുഃഖം താങ്ങുവാനാകുന്നില്ല. അന്നു രാത്രി കൂടുതൽ പ്രാർത്ഥിച്ചു. എന്റെ റബ്ബേ, എന്റെ ഹന്നയുടെ ദുഃഖം നീ തീർത്തു കൊടുക്കണമേ. ഇരുട്ടുള്ള മുറിയിൽ നിന്ന് ഹന്നയുടെ തേങ്ങൽ, റബ്ബേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ. അതുവഴി എന്റെ പ്രിയ ഭർത്താവിന് സന്തോഷം നൽകണമേ. കണ്ണടക്കുമ്പോഴെല്ലാം ആ രംഗം തെളിഞ്ഞു വരും. ആ വലിയ തണൽ വൃക്ഷം, ചില്ലയിലെ കിളികൾ, കൂട്ടിൽ തള്ളയും കുഞ്ഞുങ്ങളും, കിളികളുടെ ആരവങ്ങളും, സന്തോഷപ്രകടനം. പിറ്റേ ദിവസവും ഇമ്രാൻ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. പോകുമ്പോഴും ഹന്ന ബീവിയുടെ മുഖം ശ്രദ്ധിച്ചു. വാടിയ മുഖം. അവിടെ പള്ളികളിലെ പരിചാരകർ കുട്ടികളെ ശ്രദ്ധിക്കുന്നു. പള്ളികളിലേക്ക് നേർച്ചയാക്കപ്പെട്ട കുട്ടികൾ. അവർ പള്ളിയിൽ വളർന്നു. പള്ളികൾ പരിപാലിക്കുന്നു. പണ്ഡിതന്മാർ അവരെ തൗറാത്ത് പഠിപ്പിക്കുന്നു. ആകർഷകമായ സ്വരത്തിൽ കുട്ടികൾ തൗറാത്ത് പാരായണം ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ ആളുകൾ വന്നു കൂടുന്നു. സമാധാനം നിറഞ്ഞ അന്തരീക്ഷം. ഒരിക്കൽ ഹന്ന ബീവി പള്ളിയിലേക്ക് വന്നു. പള്ളി പരിചാരകരായ കുട്ടികളെ കണ്ടു. മനസ്സ് ഇളകിമറയുവാൻ തുടങ്ങി. ദുഃഖം അണപൊട്ടിയൊഴുകി. റബ്ബേ, ഇതുപോലെ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ. അവർക്ക് വല്ലാത്ത മോഹം വന്നുപോയി. എപ്പോഴും അതുതന്നെയാണ് ചിന്ത. മോഹം വളർന്നു. അന്നു രാത്രി അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായി. ഹന്ന ബീവിക്ക് വിശേഷം. ഗർഭലക്ഷണങ്ങൾ കണ്ടു. ഏറെ കാലമായി കത്തിയെരിയുന്ന മനസ്സ് തണുത്തു. മോഹങ്ങൾ മുട്ടിട്ടു. അള്ളാഹുവിനോട് എന്തെന്നില്ലാത്ത കൃതജ്ഞത. ഇമ്രാൻ വിവരം അറിഞ്ഞു. സന്തോഷം കൊണ്ട് മനസ്സ് തുടിച്ചു. ഇങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക. ആ വീട്ടിൽ നിന്നും സന്തോഷവാർത്ത പുറത്തൊഴുകി. ഇശാ വിവരം അറിഞ്ഞു. സക്കരിയ അലൈഹിസ്സലാം വിവരം അറിഞ്ഞു. എല്ലാവർക്കും സന്തോഷം. ഇശാ എത്രയോ കാലമായി പ്രാർത്ഥനയിലാണ്. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഇതുവരെയും സഫലമായില്ല. ഹന്നയുടെ മോഹം പൂവണിഞ്ഞു. അതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. ഇശാവും സക്കരിയയും ഹന്നയെ കാണുവാൻ എത്തി. അവരുടെ സാമീപ്യം ഹന്നക്ക് സന്തോഷമായി. ഹന്ന ഒരിക്കൽ നേർച്ച നേർന്നിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ കുട്ടികളെ കാണുവാൻ പോയതായിരുന്നു. നല്ല ചുറുചുറുക്കുള്ള കുട്ടികൾ. അവർ തൗറാത്ത് ഓതി പഠിക്കുന്നു. ഇതുപോലെ ഒരു കുഞ്ഞ് തനിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് ആ കുഞ്ഞിനെ ഇതുപോലെ പള്ളിയിലേക്ക് അയക്കാമായിരുന്നു. അതൊരു നല്ല പുണ്യകർമ്മമാണ്.
ആ പുണ്യകർമ്മത്തിന്റെ പേരിൽ അവർ നേർച്ച നേർന്നു. അള്ളാഹുവെ, എനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്നാൽ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലെ സേവനത്തിന് വിട്ടുതരുന്നതാണ്. അതൊരു ദൃഢനിശ്ചയം തന്നെയായിരുന്നു. നേർച്ച ഫലിച്ചു. ഹന്ന ഗർഭം ധരിച്ചു. ബന്ധുക്കളെല്ലാവരും ഹന്നയെ കാണുവാൻ വന്നു. സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങൾ. ഗർഭിണിയായ ഹന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് ആവേശത്തോടെ നോക്കി. ആ മുഖത്ത് പ്രകടമാകുന്നത് പ്രസന്നഭാവം, കുഞ്ഞു പിറക്കാൻ പോകുന്നതിന്റെ സന്തോഷം. ഹന്നയുടെ ചെറിയ പ്രവർത്തനം, അതിലൂടെ ഒഴുകിവന്ന സന്തോഷം, ആ പ്രതീക്ഷ ഇമ്രാനെ ആവേശം കൊള്ളിച്ചു. കണ്ണുനീരിന്റെ നനവുള്ള കവിളുകൾ കാണാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി. ആ കവിളുകൾക്ക് ഇന്നെന്തൊരു തിളക്കം. ഹന്ന തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. മുഖത്ത് എന്തോ ഒരു ക്ഷീണഭാവം. വെറുതെ തോന്നിയതാണോ? അല്ല, അവർക്ക് ക്ഷീണമുണ്ട്. നേരത്തെയുള്ള പ്രസരിപ്പ് കാണാനില്ല. വൈദ്യനെ കാണണം, മരുന്നുകൾ കഴിക്കണം, നല്ല വിശ്രമം വേണം. ഹന്ന നിർദ്ദേശിച്ചു. കൂടുതൽ ക്ഷീണം അനുഭവപ്പെട്ടു. വൈദ്യരെ കണ്ടു, മരുന്നുകൾ കഴിക്കുവാൻ തുടങ്ങി. എന്നിട്ടും മാറ്റങ്ങളൊന്നും കണ്ടില്ല. ക്ഷീണം കൂടിക്കൂടി വരികയാണ്. പ്രായം കൂടെ കൂടിയില്ലേ? വൃദ്ധനാണ്. പ്രായം കൊണ്ടുള്ള ക്ഷീണമുണ്ട്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാണ്. പ്രായമായാൽ മരിച്ചുപോകും. ഹന്നക്ക് അത് ഓർക്കുമ്പോൾ സങ്കടം. ഇമ്രാന്റെ പ്രാർത്ഥനകൾ പതിറ്റാണ്ടുകളുടെ പ്രാർത്ഥനയാണ് ഇമ്രാൻ നടത്തിയത്. അങ്ങനെ താൻ ഗർഭിണിയായി. ആ കുഞ്ഞിനെ കാണുവാൻ കഴിയില്ലേ? അതിനു മുമ്പേ ഇമ്രാൻ പോകുമോ? അത് ഓർക്കുവാൻ പോലും വയ്യ. അവർ കരഞ്ഞുപോയി. വീട്ടിൽ ഉത്കണ്ഠ നിറഞ്ഞു. നാട്ടുകാരും ബന്ധുക്കളും നിറഞ്ഞുകൂടി. ഇമ്രാന്റെ രോഗം വർദ്ധിച്ചു. എന്തും സംഭവിക്കാം. ഹന്ന ബീവി വാടിയ പൂവ് പോലെയായി. ആർക്കും സമാധാനിപ്പിക്കുവാൻ വാക്കുകളില്ല. ഒടുവിൽ അത് സംഭവിച്ചു. മരണം. റൂഹ് പിരിഞ്ഞുപോയി. ചേതനയറ്റ ശരീരം ബാക്കിയായി. അന്ത്യകർമ്മങ്ങൾ നടക്കുന്നു. സക്കരിയ അലൈഹിസ്സലാം അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഹന്ന ബീവി ആ കാഴ്ച കണ്ടു. ഇമ്രാൻ അന്ത്യയാത്ര പോവുകയാണ്. മടക്കമില്ലാത്തൊരു യാത്ര. എന്നും രാത്രി മടങ്ങിയെത്തുമ്പോഴുള്ള ആ വിളി, സ്നേഹമൂറുന്ന ആ സ്വരത്തിൽ ഹന്ന എന്ന ആ വിളി ഇനി ഒരിക്കലും ഉണ്ടാവില്ല. എന്നാലും ആ ശബ്ദം കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. ദീർഘമായ ദാമ്പത്യ ജീവിതം, അതിന്റെ അന്ത്യത്തിലതാ ഒരു കുഞ്ഞി പിറക്കുന്നു. ഇമ്രാന്റെ മയ്യത്ത് കബറടക്കി. ബന്ധുക്കൾ അതാ മടങ്ങിയെത്തുന്നു. അവരുടെ സംസാരം ഹന്ന കേൾക്കുന്നു. ആളുകൾ പിന്നെയും നീങ്ങി. ഹന്നയുടെ ബന്ധുക്കൾ കൂടുതൽ ശ്രദ്ധാകുലരായി. ഇമ്രാന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന അന്തരീക്ഷം. അങ്ങനെ അവിടെ അന്നയുടെ പ്രസവം നടക്കുന്നു. സുഖപ്രസവം. മോനാണോ മോളാണോ എന്ന് ഞെട്ടിക്കുന്ന ഉത്തരം വന്നു. അങ്ങനെ പിറന്നത് മോളാണ്. ഹന്നയുടെ മനസ്സ് വിങ്ങി. താൻ പ്രതീക്ഷിച്ചത് ഒരു മോനായിരുന്നു. കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കിയതാണ്. പെൺകുഞ്ഞിനെ ആരും നേർച്ചയാക്കില്ല. ഇനി എന്ത് ചെയ്യും? മനസ്സിൽ ആ ചിന്ത മാത്രം. എന്തൊരു അഴകുള്ള മോളാണിത്. അള്ളാഹു തന്ന മുത്ത് പൊന്നുമോളുടെ മുഖം കാണുവാൻ ഉപ്പ ജീവിച്ചില്ല. ആ മാതൃഹൃദയത്തിൽ വെപ്രാളം. അതിന് അള്ളാഹു പ്രാധാന്യം നൽകുന്നു. വലിയൊരു പ്രാധാന്യം. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ സൂറത്തിന്റെ പേര് ആല് ഇമ്രാൻ എന്നാണ്. ഇമ്രാൻ കുടുംബത്തെക്കുറിച്ച് ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സൂറത്തിന് ആ പേര് കിട്ടിയത്. ഇമ്രാന്റെ മകളെ ഹന്ന പ്രസവിച്ചു. കുഞ്ഞിന് മറിയം എന്ന പേരും ഇട്ടു. ഇമ്രാന്റെ കുടുംബത്തിലെ നവജാത ശിശുവാണ് മറിയം. സൂറത്ത് ആല് ഇമ്രാൻ ഇറങ്ങിയ പശ്ചാത്തലം വലിയ പ്രസിദ്ധമാണ്. ഒരു ക്രൈസ്തവ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാൻ വന്നു. നിജ്റാനിൽ നിന്നാണ് അവർ വന്നത്. 60 പേർ അടങ്ങുന്ന സംഘമായിരുന്നു. അതിൽ 14 നേതാക്കന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ 3 വലിയ പണ്ഡിതന്മാർ ആ കൂട്ടത്തിലുണ്ട്. ഒരാൾ ഐഹം, അദ്ദേഹത്തെ അവർ സയ്യിദ് എന്ന് വിളിക്കുന്നു. മറ്റൊരാൾ അമീർ എന്ന പേരിൽ അറിയപ്പെട്ടു. മൂന്നാമൻ അബൂ ഹാരിസ്. ഈ 3 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് സംസാരിച്ചിരുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ചാണ് ചർച്ച. യേശു ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ മറിയം ദൈവമാതാവായി. പിന്നീട് യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇപ്പറഞ്ഞതൊന്നും ശരിയല്ല. യേശു ദൈവമല്ല, ദൈവപുത്രനുമല്ല. യേശു അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമാകുന്നു. അവർക്ക് ഉത്തരം മുട്ടി, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുക.
അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വ്യാജം തന്നെയാണ്. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വിശ്വസിക്കുക, കുരിശിനെ ആരാധിക്കുക, പന്നിമാംസം തിന്നുക, ഇതൊക്കെയല്ലേ നിങ്ങളുടെ അവസ്ഥ. പിന്നെ എങ്ങനെ നിങ്ങൾ മുസ്ലിങ്ങളാവും? ഇത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുനേരം മൗനമായിരുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ഈ സൂറത്തിലെ ആദ്യ ഭാഗം മുതൽ 80-ൽ പരം ആയത്തുകൾ ഓതിക്കൊടുത്തു. ക്രൈസ്തവർക്ക് കാര്യം മനസ്സിലായി. പക്ഷേ സത്യം സ്വീകരിക്കാതെ അവർ മടങ്ങിപ്പോയി. സൂറത്ത് ആല് ഇമ്രാനിലെ 33-ാമത്തെ ആയത്തിന്റെ ആശയം ഇങ്ങനെയായിരുന്നു: നിശ്ചയമായും ആദം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബം, ഇമ്രാന്റെ കുടുംബം എന്നിവരെ ലോകത്തുള്ളവരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നിവർ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും സമുന്നതരാണ്. ഇവരെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, പുത്രന്മാരല്ല. പിന്നെ എങ്ങനെ മറിയം മാത്രം ദൈവപുത്രിയാവും? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ പുത്രനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ് ഇസ്രായേൽ സന്തതികൾ. ഇസ്രായേൽ സന്തതികൾക്കിടയിൽ ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരിൽ പ്രധാനികളാണ് മൂസാ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം എന്നിവർ. ഇവരാരും ദൈവപുത്രന്മാരല്ല, അള്ളാഹുവിന്റെ അടിമകളും പ്രവാചകന്മാരുമാകുന്നു. ഭൂലോക ചക്രവർത്തി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് ഇമ്രാൻ ജനിച്ചത്. ഇമ്രാന്റെ പുത്രി മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവിയുടെ പുത്രൻ ഈസ അലൈഹിസ്സലാം. സൂറത്ത് ആല് ഇമ്രാനിൽ ഈ വസ്തുതകളെല്ലാം ക്രൈസ്തവ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. 35-ാം വചനത്തിൽ ഹന്നയുടെ നേർച്ചയുടെ കാര്യം പറയുന്നത് കാണുക. എന്റെ റബ്ബേ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ നിനക്കായി ഒഴിഞ്ഞുവെക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നേർച്ച നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീ മാത്രമാണ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനും അറിയുന്നവനും എന്ന് ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഗർഭിണിയായ കാലത്ത് ഹന്ന നടത്തിയ പ്രാർത്ഥനയാണ് ഈ ആയത്തിൽ പറയുന്നത്. കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞ് പെൺകുഞ്ഞായിരുന്നു. മാതൃഹൃദയത്തിന്റെ വെപ്രാളം നാം ഇവിടെ കാണുന്നു. കുഞ്ഞിന് മറിയം എന്ന പേരിട്ട് ആ കുഞ്ഞിന് വേണ്ടിയും ആ കുഞ്ഞിൽ നിന്നുണ്ടാകുന്ന സന്താന പരമ്പരയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും രക്ഷിക്കണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന. 36-ാം ആയത്തിന്റെ ആശയം കാണുക. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്റെ റബ്ബെ, ഞാൻ പ്രസവിച്ചതൊരു പെൺകുഞ്ഞിനെയാണ്. അവൾ പ്രസവിച്ചതൊരു പെൺകുഞ്ഞിനെയാണെന്ന് അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം. ആൺകുട്ടി പെൺകുട്ടിയെ പോലെയല്ല. ഞാൻ അവൾക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അവളെയും അവളുടെ സന്താന പരമ്പരയെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷപ്പെടുവാനായി നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുകയാണ്. താൻ പ്രസവിക്കുന്നത് ആൺകുഞ്ഞിനെ ആയിരിക്കുമെന്നാണ് ഹന്ന കരുതിയിരുന്നത്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പെൺകുഞ്ഞ് പിറന്നു. അതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഉചിതമായ പേരും നൽകി. മറിയം എന്ന പേരിന്റെ അർത്ഥം ശുശ്രൂഷിക്കുന്നവൾ, ആരാധനയിൽ വ്യാപൃതരായവൾ എന്നെല്ലാമാണ്. പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് മറിയമെന്നും അവരിൽ നിന്നുണ്ടാവുന്ന സന്താന പരമ്പരക്കും കാവൽ ലഭിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിൽ അവർ അഭയം തേടുകയും ചെയ്തു. തുടർന്ന് 3-ാം ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കുക. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.